إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ പഠിപ്പിച്ചിടത്ത് പറഞ്ഞത്, വളരെ സുദീർഘമായ ഒരു യാത്ര ചെയ്യുന്ന വ്യക്തി, അയാൾക്ക് യാത്ര ചെയ്യണം. ആ യാത്രക്കിടയിൽ അയാൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയെ സങ്കല്പിച്ചു നോക്കുക. അയാൾക്ക് ഇനിയും ധാരാളം യാത്ര ചെയ്യാനുണ്ട്. നടന്നുകൊണ്ടാണ് അയാൾ യാത്ര പോകുന്നത്. ആ യാത്രക്കിടയിലെ
ഒരു ചെറിയ സമയം അയാൾ വിശ്രമിക്കാനിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതുപോലെയാണ് ദുനിയാവ് എന്നാണ്. നമുക്ക് ദീർഘമായ യാത്ര ചെയ്യാനുണ്ട്. ഏതാണ് ആ സുദീർഘമായ യാത്ര? മരണം വരെയുള്ള ഈ നൈമിഷികമായ യാത്രയല്ല. മരണം കഴിഞ്ഞ് ദീർഘമായ ബർസഖി ജീവിതവും കഴിഞ്ഞ് അവിടുന്ന് മഹ്ശറിൽ ഒരുമിച്ചുകൂടി അവിടെ ഹിസാബും മീസാനും സിറാത്തു പാലവുമെല്ലാം കടന്ന് സുദീർഘമായ ഒരു യാത്രയുടെ ഇടയിലുള്ള ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. ആ മരച്ചുവടിനെ ആ ദീർഘയാത്ര ചെയ്ത വ്യക്തി ഏത് രൂപത്തിലാണ് അയാൾ കണ്ടത്? അത് എത്ര സമയമാണ് അയാൾ അവിടെ ചെലവഴിക്കുന്നത്? ഇതുപോലെയാണ് ആ യാത്രയുടെ ഇടയിലെ ഒരു ഇടത്താവളമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനിയവിയായ ജീവിതം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ വളരെ കുറഞ്ഞ കാലത്തെ ഈ ദുനിയാവിലെ നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും അത് പരലോകത്തെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കാനുള്ള, അതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കങ്ങളായിരിക്കണം ഈ ദുനിയാവിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്നാണ്. നമ്മൾ ധാരാളം നന്മകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. നമ്മൾ നമസ്കരിക്കുന്നു, നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് ചെയ്യാൻ. അതേപോലെ നോമ്പ് നോൽക്കാറുണ്ട്, സുന്നത്തായ നോമ്പുകൾ. അതേപോലെ സക്കാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു വീട്ടാറുണ്ട്. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത്? ഇത്ര വലിയ എഫേർട്ട് എടുത്ത് എന്തിനാണ് ഇത്തരം നന്മകളെല്ലാം ചെയ്യുന്നത്? ദുനിയാവിൽ ഒരു കാര്യലാഭവും ഇല്ലാത്ത അത്തരം ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് നമ്മുടെ മനസ്സു പറയുന്ന ഒരു ഉത്തരവുണ്ട്. ഈ നന്മകളെല്ലാം ചെയ്താൽ നമുക്ക് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കും എന്നതാണ് നമ്മുടെ ഉത്തരം. എല്ലാ സൽക്കർമ്മങ്ങളുടെയും അതിന്റെ പർപ്പസ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് അനന്തമായ, അതേപോലെ തന്നെ ശാശ്വതമായ ആ സ്വർഗം എനിക്ക് ലഭിക്കണം എന്നതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം. ഇവിടെ സഹോദരങ്ങളെ, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗലോകം ഒരുക്കി വെച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച നല്ലവരായ അടിമകൾ, അവർക്കൊരുക്കി വെച്ച സുഖാനുഭൂതികളുടെ ലോകമാണ് പ്രവിശാലമായ സ്വർഗം. യഥാർത്ഥ അഖീദ, യഥാർത്ഥ വിശ്വാസവും സൽക്കർമ്മവും കൈമുതലാക്കിയ ആളുകൾക്ക് ലഭിക്കുന്ന അനന്തമായ, അനശ്വരമായ, അവർക്ക് കഴിയാൻ സാധിക്കുന്ന ആ സ്വർഗലോകം എന്നത് അവർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചത്. സ്വർഗം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ വലിയൊരു ഭാഗവും സ്വർഗ നരകങ്ങളെ പറ്റി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇവിടെ സ്വർഗം എന്ന് പറയുമ്പോൾ തീർത്തും നമ്മുടെ നാവുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല, വിവരണാതീതവും ഭാവനാതീതവുമാണ് യഥാർത്ഥത്തിൽ സ്വർഗം. അല്ലാഹു അവന്റെ നല്ലവരായ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരുക്കി വെച്ച സ്വർഗം എല്ലാം സമ്പൂർണ്ണ അനുഗ്രഹങ്ങളാണ്. അത് നാവ് കൊണ്ട് ഒരാൾക്കും പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുന്നതല്ല, തൂലികകൾ കൊണ്ട് എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നതല്ല സ്വർഗീയ സുഖങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ അതിന്റെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വിവരണാതീതമാണ് സ്വർഗമെന്ന് പ്രവാചകൻ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അല്ലാഹുവിന്റെ വാക്ക് അങ്ങനെ തന്നെ പ്രവാചകൻ പറഞ്ഞു തരിക. അങ്ങനത്തെ ഒരു ഹദീസിൽ പ്രവാചകൻ പറയാണ്, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, അല്ലാഹു പറഞ്ഞു അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, എന്റെ നല്ലവരായ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാണ്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തതാണ്. വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും വിഭാടനം ചെയ്യാൻ സാധിക്കാത്തതാണ് സ്വർഗം
എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഒരു കാര്യവുമായും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ കാണുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം ഏതാണ്? നമ്മുടെ ഭാവനയിൽ നമ്മൾ സങ്കല്പിക്കുന്നു. പക്ഷേ നമ്മൾ എത്ര ഭാവനയിൽ സങ്കല്പിച്ചാലും അതിനേക്കാളും എത്രയോ ഇരട്ടി ഇരട്ടി സുഖമുള്ളതാണ് സ്വർഗത്തിലെ ഓരോ സുഖാനുഭൂതികളും എന്നാണ് സൂറത്തു സജദയിലെ 17-ാമത്തെ ആയത്ത്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ഓതൽ സുന്നത്താക്കപ്പെട്ട സൂറത്തു സജദയിൽ 17-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാം ബിമാ കാനൂ യഅമലൂൻ. എന്നാൽ അവർ പ്രവർത്തിച്ചതിന് ഉള്ള പ്രതിഫലമായി കൊണ്ട് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്കു വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല. അപ്പോൾ ഒരാൾക്കും അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഒരാൾക്കും അത് അറിയില്ല എന്നുള്ളതാണ്. ഭൗതിക വിഭവങ്ങളോട് തുലനം ചെയ്യാൻ പാടില്ലെങ്കിലും അതിൽ ചില കാര്യങ്ങൾക്ക് സാമ്യത നമുക്ക് തോന്നും. അതിലെ ഓരോ സുഖങ്ങളും ഇന്നതുണ്ട്, അതിലെ പഴവർഗ്ഗങ്ങളും അതിലെ വ്യത്യസ്ത സുഖങ്ങൾ പറയുമ്പോൾ ദുനിയാവിലെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. എന്തിനാണത്? അത് ഒരിക്കലും അതിന് തുല്യമല്ല, അതിന് സമമല്ല. മറിച്ച് നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടാൻ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എണ്ണി പറഞ്ഞിരിക്കുന്നത്. അതിലെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള, ഒരു വടി വെക്കാനുള്ള സ്ഥലം, സ്വർഗലോകത്തെ ഒരു വടി വെക്കാനുള്ള സ്ഥലം, ഒരു വടി വെക്കാനുള്ള സ്പേസ് എത്രയാണ്? നമ്മൾ ആ വടി വെക്കാനുള്ള സ്ഥലത്തിന്റെ ഖൈർ എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് എന്നാണ്. വടിവെക്കാനുള്ള സ്ഥലമാണ്. ആ ചെറിയ സ്പേസ് പോലും ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് സ്വർഗത്തിലെ ഒരു ചെറിയ ഇടം പോലുമെങ്കിൽ അതെത്ര സുഖാനുഭൂതികൾ നിറഞ്ഞതാണ്. ആ സ്വർഗവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വ്യത്യസ്തങ്ങളായ പേരുകൾ നമുക്ക് കാണാം. സ്വർഗത്തിന് ഓരോ പേരിനും ഓരോ ആശയതലങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ അൽ ജന്ന എന്നാണ് കൂടുതൽ ഉപയോഗിച്ചൊരു പേര്. അൽ ജന്നത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞുകിടക്കുന്ന അതിവിശാലമായ തോട്ടങ്ങൾക്കാണ് അൽ ജന്നത്ത് എന്ന് പറയുക. മറ്റൊന്ന് ജന്നത്തുൽ ഫിർദൗസ്, ഏറ്റവും സുന്ദരമായ ഏറ്റവും പൂർണ്ണമായ രൂപമാണ് അൽ ജന്നത്തുൽ ഫിർദൗസ്. ജന്നത്തു അദ്ൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. അതേപോലെ ജന്നത്തുൻ നഈം, സുഖാനുഭൂതികളുടെ സ്വർഗത്തോപ്പ്. ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ താമസത്തിനുള്ള സ്വർഗം. ജന്നത്തുൽ മഅവ, അഭയസ്ഥാനത്തിന്റെ സ്വർഗം. ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ദാറുൽ മുഖാമ, എന്നും നിലനിൽക്കുന്ന ഭവനം. എത്രയെത്ര പേരുകളാണ്! ഓരോ പേരിനും സ്വർഗത്തിന്റെ ഓരോ വിശേഷണങ്ങളെയാണ് നമുക്ക് അറിയിച്ചു തരുന്നത് എന്നുള്ളതാണ്. അവിടെ ചെറിയ നിഅമത്ത് പോലും എന്തിനാണ് വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി വളരെ മൈന്യൂട്ടായ സ്വർഗീയ സുഖങ്ങളെ എണ്ണി മനുഷ്യർക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്തിനാണ്? പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇബാദത്തിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കാനാണ്. ഇന്ന പ്രവർത്തനം ചെയ്താൽ സ്വർഗത്തിൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചെയ്യാൻ അവന് കൂടുതൽ ആവേശമുണ്ടാകും. എന്തിനാണ്? ഈ കാര്യം ചെയ്താൽ സ്വർഗത്തിൽ ഇന്ന സുഖങ്ങൾ അവന് ലഭിക്കാനുണ്ട്. ആ പ്രതീക്ഷയോടുകൂടെ ഓരോ അമലിനും കിട്ടുന്ന പ്രതിഫലം മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യും? നന്മകളിൽ സജീവമായി അവൻ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ 100 ഭാഗമാക്കിയാൽ അതിന്റെ 1% മാത്രമേ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളൂ. ബാക്കി അതിന്റെ 99% വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചതാണ്. അതാണല്ലോ റഹീം എന്ന നാമത്തിന്റെ പൊരുൾ. റഹ്മാനുമുണ്ട്, റഹീമുമുണ്ട്. അല്ലാഹു അളവറ്റ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാം കരുണ ചെയ്യുന്നവനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴ, അത് വിശ്വാസികൾക്ക് മാത്രമല്ല സത്യനിഷേധികൾക്കുമുണ്ട്. എന്നാൽ റഹീം എന്ന നാമത്തിന്റെ പൊരുൾ എന്താണ്? അത് റഹീമും ഫിൽ ആഖിറ, പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കരുണയെ അറിയിക്കുന്ന അല്ലാഹുവിന്റെ നാമമാണ് റഹീം എന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്, സൽക്കർമ്മങ്ങൾ കൈമുതലാക്കിയവർക്ക് ലഭിക്കുന്ന ആ സുഖ സൗകര്യങ്ങൾ, സ്വർഗത്തിലെ കവാടങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫിൽ ജന്നതി സമാനിയത്തു അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളാണ് ഉള്ളത് എന്നാണ്. 8 വാതിലുകളാണ് സ്വർഗത്തിനുള്ളത്. ഹദീസുകളിൽ 8 വാതിലിന്റെ പേര് നമുക്ക് ഹദീസിൽ വായിച്ചെടുക്കാൻ പറ്റും. ബാബു സ്വലാത്ത്, ബാബുൽ ജിഹാദ്, ബാബുർ റയ്യാൻ, ബാബു സ്വദഖ, ബാബുൽ മുതവക്കിലീൻ, ബാബു ബിർറുൽ വാലിദൈൻ, ബാബു ദിക്ർ, ബാബു തായിബീൻ. ഇങ്ങനെ ഓരോ വാതിലിനും
ഓരോ പ്രത്യേകം സൽക്കർമ്മങ്ങൾ ചെയ്തവരെ ആ വാതിലിലൂടെ കൊണ്ടുപോകുമെന്നാണ്. റയ്യാൻ എന്ന വാതിൽ നമുക്കറിയാം, യദ്ഖുലു മിൻഹു സ്വായിമൂൻ, സ്വായിമീങ്ങളെ മാത്രം കടത്തിവിടുന്ന ഒരു പ്രത്യേകമായ വാതിൽ. അതേപോലെ ബാബുസ്സലാ, അതിൽ ദുഇയ മിൻ ബാബിസ്സലാ, നമസ്കാരക്കാരെ ബാബുസ്സലാത്തിലൂടെ വിളിക്കപ്പെടുമെന്നാണ്. ഓരോ കവാടത്തിന്റെയും ഓരോ വാതിലിന്റെ ഇടയിലെ അകലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ്? രണ്ട് വാതിലുകൾക്കിടയിലെ അകലം എത്രയാണ്? അകലം മാ ബൈന മിസ്റാഇനി മിൻ മസാരിഇൽ ജന്ന മസീറത്തു 40 സന, 40 വർഷത്തെ വഴിദൂരമുണ്ട് ആ സ്വർഗത്തിലെ 8 വാതിലുകളിലെ ഒരു വാതിലിന്റെ അതിനിടയിലുള്ള അകലമാണ്. ഈ 8 വാതിലിലൂടെയും പ്രവേശിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഈ 8 വാതിലിലൂടെയും സ്വർഗത്തിലേക്ക് കയറാൻ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ അതിന് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുമോ? പ്രവാചകൻ അവിടെ നിന്ന് തന്നെ ദുആ ചെയ്തു. അവിടെ നിന്ന് തന്നെ വഹീ കിട്ടി. എന്നിട്ട് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കർ, താങ്കൾ 8 വാതിലിലൂടെ സ്വർഗത്തിലെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ മഹാഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. എന്നാൽ പ്രവാചകൻ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ചേർത്തു പറഞ്ഞു. എന്താണ്? നമുക്കെല്ലാം ആ വാതിലിലൂടെ പ്രവേശിക്കാൻ കഴിയും. അതീവ ശ്രദ്ധയും സൂക്ഷ്മതയുമുള്ള ആളുകൾക്ക്, ആ തഖ്വയുമുള്ള ആളുകൾക്ക് അതിലൂടെ പ്രവേശിക്കാൻ അവസരമുണ്ട്. വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ പ്രത്യേകമായി പഠിപ്പിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലെ ആ 8 വാതിലിലൂടെയും പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചേക്കാമെന്നാണ്. മറ്റൊന്ന് സ്വർഗത്തിലെ ദറജകളാണ്, സ്വർഗത്തിലെ പദവികളാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നരകത്തെ പറ്റി പറഞ്ഞപ്പോൾ അതിന് താഴേക്കു താഴെ തട്ടുകളാണ്. ദറക്കാത്തുകളാണെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ദറജാത്തുകളാണ്. അതിന്റെ മേൽക്കുമേൽ തട്ടുകളായി മേൽപോട്ട് പോകുമ്പോൾ അതിന്റെ സുഗാഡംബരങ്ങൾ വർദ്ധിക്കുകയാണ്. എത്ര പദവികളാണ് സ്വർഗലോകത്ത്! സ്വർഗീയ ദറജകൾ, എത്ര ദറജകളാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിന് 100 ദറജകൾ ഉണ്ട് എന്നാണ്. 100 ദറജകൾ സ്വർഗത്തിനുണ്ട്. അതിലെ ഒരു ദറജയിൽ നിന്ന് മറ്റൊരു ദറജയിലേക്കുള്ള അകലം എത്രയാണ്? മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്. അതെത്രയാണ്? ആകാശഭൂമികൾക്കിടയിൽ എത്ര വിശാലതയുണ്ടോ അത്ര വിശാലതയുണ്ട് 100 ദറജയിലെ ഒരു ദറജയിൽ നിന്ന് മറ്റൊരു ദറജയിലേക്കുള്ള അകലം. അത്ര വിശാലമായ ദറജകൾ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. എന്നിട്ട് അത് പൂർണ്ണമായി 100 ദറജയും പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗമാണുള്ളത്. അവരാണ് അഅദ്ദഹുല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ഷഹീദുകളായ ആളുകൾക്ക് ഈ 100 ദറജകളും ഈ 100 ദറജകളിലെ സൗകര്യങ്ങളും അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടുമെന്നാണ്. അത് അനുഭവിക്കുമ്പോൾ അവർ മലക്കുകളോട് പറയുമെന്നാണ്, ഒരിക്കൽ കൂടി ഞങ്ങളെ ഭൂമിയിലേക്ക് മടക്കി തരുമോ? കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി രക്തം പൊടിഞ്ഞ് ആ നിലക്ക് ഷഹീദായി ഞങ്ങൾ വീണ്ടും വരാം. അത്രയും അനുഭൂതിയാണ് അവർക്ക് സ്വർഗത്തിലെ ആ 100 ദറജകളിലൂടെ അത്രയും അനുഭൂതിയാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും മുകളിലത്തെ ദറജ ഏതാണ്? അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് അൽ ഫിർദൗസ് എന്ന സ്വർഗം. നേരത്തെ അതിന്റെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അൽ ഫിർദൗസ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തെ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫൈദാ സഅൽതുമുല്ലാഹു ഫസ്അലൂഹു അൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹു അൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മൾ സ്വർഗത്തെ ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവേ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ എന്നതാണ്. കാരണം ഫിർദൗസിനെ പറ്റി പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു ഔസത്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗം, വഅലൽ ജന്ന, സ്വർഗത്തിന്റെ ആ ഉയർന്ന ഭാഗം. ആ നിലക്ക് ഏറ്റവും ഇമാം ബുഖാരിയുടെ ഹദീസാണ്, വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അത്രയും സ്വർഗീയ നദികൾ പൊട്ടിയൊഴുക്കപ്പെടുന്നത് ഫിർദൗസിൽ നിന്നാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അരുവികൾ, നദികൾ, ഇതിന്റെ എല്ലാം ഉത്ഭവം യഥാർത്ഥത്തിൽ ഫിർദൗസ് എന്ന അതിസുന്ദരമായ ആ സ്വർഗത്തിൽ നിന്നാണ് ഉണ്ടത് എന്നാണ്. അതേപോലെ സ്വർഗത്തിലെ നിർമ്മിതികളെ, ബിൽഡിങ്ങുകളെ പറ്റി ഹദീസിൽ പരാമർശം വന്നു. ഖുൽനാ, സഹാബികൾ പറയാണ്, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ ജന്നത്തു മാ ബിനാഉഹാ, സ്വർഗത്തിലെ നിർമ്മിതികൾ, എടുപ്പുകൾ, ബിൽഡിങ്ങുകളുടെ അവസ്ഥ എന്താണ്? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ലബിനത്തും മിൻ ദഹബിൻ വലബിനത്തും മിൻ ഫില്ല, സ്വർഗത്തിലെ എടുപ്പുകൾ അത് സ്വർണം കൊണ്ടാണ്,
വെള്ളികൾ കൊണ്ടാണ്. വമിലാതുഹാൽ മിസ്കുൽ അദ്ഫർ, അതേപോലെ തന്നെ അവിടെ ചേർത്തിരിക്കുന്നത് സുഗന്ധം വമിക്കുന്ന കസ്തൂരിയാണ് അതിന്റെ ഇടയിൽ ചേർത്തിരിക്കുന്നത്. വഹസ്ബാഉഹാ അൽ-ലുഅ്ലുഉ വൽ യാഖൂത്ത്, അവിടെ വിതറപ്പെട്ടിരിക്കുന്ന കല്ലുകൾ എന്താണ്? മുത്തും പവിഴവുമാണ്. വതുർബത്തുഹാ സഅഫറാൻ, അതിലെ മണ്ണ് കുങ്കുമമാണ്. എന്നിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് മയ്യദ്ഖുലുഹാ യഖ്ലുദ്, ആരെങ്കിലും അതിൽ പ്രവേശിക്കുകയാണെങ്കിൽ യഖ്ലുദ്, അവൻ ശാശ്വതനാണ്, അവൻ നിത്യവാസിയാണ്. ലാ യമൂത്ത്, അവിടെ മരണമില്ല എന്നാണ്. മരണമില്ല. യഥാർത്ഥത്തിൽ അല്ലാഹ് ഒരു ഹദീസിൽ കാണാം, പ്രബലമായ ഹദീസിൽ കാണാം, സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും പറഞ്ഞയച്ചാൽ അള്ളാഹു മരണത്തെ ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് ആ ആടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചുകൊണ്ട് സ്വർഗക്കാരോട് ചോദിക്കും, യാ അഹ്ലൽ ജന്ന, ഇത് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ അവർ പറയും അറിയുമെന്ന് പറയും. നരകക്കാരെയും വിളിക്കും. കാരണം ഇത് മരണമാണ്. ഈ മരണം അനുഭവിച്ചുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ ആടിനെ അറുത്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തെ അതോടുകൂടി അറുത്തിരിക്കുകയാണ്. മരണം സംഭവിച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്വർഗക്കാരെ അല്ലാഹു വിളിക്കും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗക്കാരെ, ഖുലൂദുൻ ലാ മൗത്ത്, ഇനി മരണമില്ല, ശാശ്വതമാണ്. അതേപോലെ നരകക്കാരെയും വിളിക്കും, നരകക്കാരെ, ഇനി മരണമില്ല, ഇനി ശാശ്വത ജീവിതമാണ്. സ്വർഗക്കാരെ സംബന്ധിച്ചിടത്തോളം അതേറെ ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന വാക്കുകളാണ്. അങ്ങനെ സ്വർഗത്തിൽ മരണം എന്ന പ്രതിഭാസമേ പിന്നീട് ഇല്ല എന്നാണ് ഈ സംഭവത്തോടുകൂടെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വയൻഅം, നിത്യ സുഖങ്ങളിലായിരിക്കും അവൻ ഉണ്ടാവുക. വലാ യൈഅസ്, അവന് നിരാശയോ ദുരിതമോ ഇല്ല. വലാ തുബ്ലാ സിയാബുഹു, അവന്റെ വസ്ത്രം നുരുമ്പിപ്പോവുകയില്ല. വലാ യഫ്നാ ശബാബുഹു, അവന്റെ യുവത്വം നശിക്കുകയില്ല. നിത്യ യൗവനത്തിലാണ്. ഒരു 33കാരന്റെ ആ ഊർജത്തിൽ എല്ലാം അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള ആ ഒരു ത്വരയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, എല്ലാ വിഭവങ്ങളും അവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലക്ക് നിത്യയൗവനം, നശിക്കാത്ത യുവത്വം അവൻ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കടന്നു വരേണ്ടത്. ഈ സ്വർഗത്തെ പറ്റി അറിയുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും നന്മകളിൽ കൂടുതൽ സജീവതയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, റോമക്കാരനായ സുഹൈബ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന ഒരു വാക്ക്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു രാത്രിയെ വിശ്രമത്തിന്റെ വേളയാക്കി, ഇല്ല സുഹൈബ് റൂമി, എന്റെ ഭർത്താവ് സുഹൈബ് റൂമിക്കൊഴികെ. ആളുകൾ ചോദിച്ചു, എന്താണ് സുഹൈബ് റൂമിയുടെ പ്രത്യേകത? എല്ലാവർക്കും ആ രാത്രിയെ വിശ്രമമാക്കിയപ്പോൾ സുഹൈബ് റൂമിക്കൊഴികെ എന്ന് പറയാൻ കാരണം എന്താണ്? എന്റെ ഭർത്താവ് സുഹൈബ് റൂമി എങ്ങാനും രാത്രി വിരിപ്പിൽ കിടന്ന് ഉറങ്ങാൻ കിടന്നാൽ, അദ്ദേഹത്തിന് സ്വർഗത്തെ പറ്റി എങ്ങാനുമുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് അദ്ദേഹം വുളുവെടുത്ത് ദീർഘമായി നമസ്കരിച്ച് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമായിരുന്നു എന്നതാണ്. ആരാണ് സുഹൈബ് റൂമി? അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഹിജ്റ വേളയിൽ, മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്റ വേളയിൽ മുശ്രിക്കുകളായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. അദ്ദേഹത്തോട് പറഞ്ഞത്, റോമയിൽ നിന്ന് മക്കയിൽ വന്ന ധനാഢ്യനായ വ്യക്തിയാണ്, നിന്റെ സമ്പത്ത് കൊണ്ട് മദീനയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അങ്ങനെ തന്റെ ദീർഘമായ കാലത്തെ സമ്പാദ്യങ്ങൾ മുഴുവൻ മക്കയിലെ മുശ്രിക്കുകളുടെ കൈകളിൽ ഇട്ടുകൊണ്ടാണ് സുഹൈബ് റൂമി മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഇത്ര വലിയ ത്യാഗമായിരുന്നു. തന്റെ ദീർഘമായ ജീവിതകാലത്ത് ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനിട്ട് ഒന്നുമില്ലാതെയാണ് മദീനയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നത്. പ്രവാചകൻ സുഹൈബ് റൂമിയെ കണ്ടപ്പോ പറഞ്ഞ വാചകം എന്താണ്? റബ്ബിഹ അബൽ യഹ്യ, അബുൽ യഹ്യ, വലിയ ലാഭം കൊയ്തിരിക്കുന്നു എന്നാണ്. എന്താണ് ആ ലാഭം? ഒരു നയാ പൈസ പോലും മദീനയിൽ വരുമ്പോൾ വളരെ VIP ആയി ജീവിച്ച വളരെ ധനാഢ്യനായ സുഹൈബ് റൂമിയുടെ കൈകളില്ല. എന്താനായിരുന്നു ആ ലാഭം? അദ്ദേഹം ചിലവാക്കിയത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഇതാ മദീനയിൽ ഒന്നുമില്ലാതെ സുഹൈബ് റൂമി എത്തിയിരിക്കുന്നു. ആ വലിയ ലാഭം പരലോകത്ത് അദ്ദേഹത്തിന് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രവാചകൻ കൊടുത്തത്. ഈ ത്യാഗത്തിനൊക്കെ സഹാബികളെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? സ്വർഗമുണ്ട് എന്നതായിരുന്നു, നരകമോചനമായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബിക്ക് ഒരു ഖിദ്മത്ത് ചെയ്തു കൊടുക്കുകയാണ്, ഒരു സേവനം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, റബീഅ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് വല്ല ഹദിയയോ അല്ല പാരിതോഷികമോ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞത് എന്താണ്?
ദുനിയാവിലെ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു ഇടം വേണം എന്നതായിരുന്നു. ആ ആഗ്രഹം വെച്ച് നടക്കുകയാണ് സഹാബികൾ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പ്രവാചകൻ തീർത്തും ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യമാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത്. പ്രവാചകൻ മറ്റു വല്ലതും വഗൈറ ദാലിക്, വേറെ വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതല്ലാത്ത വേറൊന്നും ആവശ്യമില്ല. അപ്പൊ സ്വർഗം ആഗ്രഹിച്ചും സ്വർഗം കൊതിച്ചും ജീവിച്ചവരാണ് പ്രവാചകന്റെ കൂടെ കഴിഞ്ഞ സഹാബികൾ എന്നുള്ളത്. അതുകൊണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ 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 ത്യാഗങ്ങൾക്ക് അവർ സന്നദ്ധരായത്, ഒരുപാട് കർമ്മങ്ങൾ അവർ ചെയ്ത് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് സ്വർഗം അതിൻ്റെതായ രൂപത്തിൽ മനസ്സിൽ ഉൾക്കൊള്ളുകയും ആ സ്വർഗത്തിനു വേണ്ടി ഈ നിസ്സാരമായ ദൈമിഷികമായ ഈ ജീവിതകാലത്ത് അതിനുള്ള പാഥേയങ്ങൾ ഒരുക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശാലമായ ഈ സുഖാനുഭൂതികളുടെ ലോകമായ ആ സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വർഗവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വന്ന, ഹദീസുകളിൽ വന്ന ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് ചെറിയ ഒരു സമയത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ധാരാളം കാര്യങ്ങൾ, സുഖ സൗകര്യങ്ങളും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു തന്നു. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ഇതുവരെ കേട്ടതും നമ്മൾ അറിഞ്ഞതും നമ്മൾ അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ, എന്നാൽ അതെല്ലാം നിസ്സാര സുഖസൗകര്യങ്ങൾ മാത്രമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ, ഇതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം, അത് സ്വന്തം കണ്ണുകൾ കൊണ്ട് നേർക്കുനേരെ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന്റെ മുഖം നേർക്കുനേരെ കാണുക എന്നതാണ് ഏറ്റവും വലിയ സുഖം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്ത്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, അതിനേക്കാളും അധികരിച്ചതും അവർക്ക് നന്മകൾ എമ്പാടുമുണ്ട്, വ സിയാദ, അതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചതും അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് വ സിയാദ എന്നതിന്റെ ഉദ്ദേശം, അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ല എന്താണ് സിയാദ എന്ന പദത്തിന്റെ ആശയതലം എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഹിയ അൻ നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം വസമാഉ കലാമിഹി, അത് മാന്യമായ അല്ലാഹുവിന്റെ വജ്ഹിലേക്കുള്ള നോട്ടമാകുന്നു. ഏറ്റവും വർദ്ധിച്ചത് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന്റെ മുഖം കാണുക എന്നതാണ്. വസമാഉ കലാമിഹി, അല്ലാഹുവിന്റെ കലാം കേൾക്കലുമാകുന്നു ഒരു വിശ്വാസി സ്വർഗക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം. അതാണ് കണ്ണുകൾ അല്ലാഹുവിലേക്ക് നോക്കി നിൽക്കുമെന്ന് പറഞ്ഞ സൂറത്തുൽ ഖിയാമയിലെ ആയത്ത്, വുജൂഹു യൗമൈദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, അവരുടെ റബ്ബിലേക്ക് അവർ നോക്കി നിൽക്കും. എങ്ങനെ? അല്പം കൂടി വ്യക്തമായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിലുണ്ട്, അൻ ജരീർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയാണ്, കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു സദസ്സിലായിരിക്കെ, ഇത് നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദർ, അതെ, ഒരു പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാൽ അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, അതെ, ഈ പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെ നിങ്ങൾ അല്ലാഹുവെ കാണുന്നതാണ്. അവനെ കാണുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുളാമൂന ഫീ റുയതിഹി, നിങ്ങളുടെ കാഴ്ച മറയുകയില്ല, നിങ്ങളുടെ കാഴ്ച മറയുകയില്ല. കാർമേഘങ്ങൾ മറയിട്ടില്ലെങ്കിൽ 14-ാം രാവിൽ പൂർണ്ണചന്ദ്രനെ എത്ര തെളിച്ചത്തോടെ കാണും. ആ തെളിച്ചത്തോടെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മുദബ്ബിറുൽ ആലമായ നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പറിയുന്ന, നമ്മുടെ സദാസമയവും കാണുന്ന ആ റഹ്മാനായ സ്വർഗത്തിന്റെ, അതേപോലെ നരകത്തിന്റെ റബ്ബായ അള്ളാഹുവിനെ നേർക്കുനേരെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണുമെന്നാണ്. അത് ഏറ്റവും ക്ലിയർ ആയി അവർ കാണുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫൈനിസ്തതഅ്തും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസ് വ ഖബ്ല ഗുറൂബിഹാ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പും
സൂര്യാസ്തമയത്തിനു മുമ്പുള്ള നമസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശം? സുബഹിയും അസറുമാണ്. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിനു മുമ്പുമുള്ള നമസ്കാരത്തിന്റെ പ്രാധാന്യം, സുബഹിന്റെയും അസറിന്റെയും പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടി. ഒരിക്കലും ഒഴിവാകാൻ സാധ്യതയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് ഒഴിവാകാനും അത് വൈകിപ്പോകാനും സാധ്യതയുള്ള രണ്ട് നമസ്കാരങ്ങളാണ്. പരിപൂർണ ചന്ദ്രനെ കാണുന്നത് പോലെ റഹ്മാനായ റബ്ബിനെ കാണാൻ കഴിയുമെന്നാണ്. എന്നാൽ നമ്മൾ അവസാനമായി ശ്രദ്ധിക്കേണ്ട, ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ സ്വർഗം, ഈ സുഖസൗകര്യങ്ങളൊക്കെ അടങ്ങിയ ഈ സ്വർഗലോകം, വിവരിക്കാൻ കഴിയാത്ത, എഴുതി ഫലിപ്പിക്കാൻ കഴിയാത്ത ഈ സ്വർഗം യഥാർത്ഥത്തിൽ ആർക്കാണ്? ഈ സ്വർഗം എല്ലാവർക്കും ലഭിക്കുമോ? ചിലർ മനസ്സിലാക്കിയതുപോലെ, തെറ്റായി ധരിച്ചതുപോലെ നന്മ ചെയ്ത എല്ലാവർക്കും ഉള്ളതാണോ സ്വർഗം? നന്മ ചെയ്ത് ആളുകൾക്ക് സാമൂഹ്യ സേവനങ്ങൾ ചെയ്ത എല്ലാവർക്കും ലഭിക്കുന്ന, എല്ലാവരെയും പ്രവേശിപ്പിക്കുന്ന ഒരു ഇടമാണോ സ്വർഗം? ഒരിക്കലുമല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നേ ഇല്ല. അതിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ യോഗ്യത അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് പറഞ്ഞ എത്ര പ്രയോഗങ്ങൾ. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർത്തവർ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. ഈ ദീൻ തന്നെ അംഗീകരിക്കാത്തവർ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? സ്വർഗമോ നരകമോ അത് മിഥ്യയാണെന്ന് പറയുന്ന, അങ്ങനെ ഒന്നില്ലെന്ന് പറയുന്ന ആളുകൾ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? ഈ പരലോകം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? അള്ളാഹുവിൽ പങ്കു ചേർത്തവർ ഒരിക്കലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവർ എന്നും നരകത്തിൽ ശാശ്വതരായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്ത്, ഇന്നഹു മൻ യുശ്രിക ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി ഹൃദയം അറിഞ്ഞ് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയും ചെയ്തവൻ സ്വർഗത്തിലാണ്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും അത് പറഞ്ഞു കളയാൻ പറ്റുമോ? ഇല്ല. അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയവർ എന്ന് പറഞ്ഞ ജീവിതം മുഴുവൻ അള്ളാഹുവിനെ ധിക്കരിച്ച ഫിറൗൻ പോലും അവസാനം ആ വാചകം പറഞ്ഞു. അതുകൊണ്ട് കാര്യമായില്ല. മരണസമയത്ത് തൗഹീദിലായിരുന്നവർ അവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഖിബത്താണ് പരിഗണിക്കുക, ആ ഫിനിഷിംഗ് പോയിന്റ് ആണ് പരിഗണിക്കുക. അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ആ തൗഹീദിൽ ഒരു പുഴുക്കുത്തും വരാതെ, ഷിർക്കിന്റെ ഒരു അംശവും വന്നു ചേരാതെ യഥാർത്ഥ വിശ്വാസത്തിൽ ആരാണോ മരണമടയുന്നവർ അവർക്ക് പ്രതീക്ഷിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും സൃഷ്ടികൾക്കോ ശക്തികൾക്കോ മുമ്പിൽ തന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നവർ, തന്റെ ആഗ്രഹ സഫലീകരണങ്ങൾ പറയുന്നവർ, തന്റെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കണ്ണു നിറഞ്ഞു പറയുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ ഇബാദത്തുകൾ കൊടുക്കുന്ന അവർക്ക് സ്വർഗമില്ല, അവർക്ക് നരകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ രംഗത്ത് ഒരിടത്തും ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും കടന്നു വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് ഈ സുഖാഡംബരങ്ങൾ നിറഞ്ഞ സ്വർഗമുള്ളത്. അള്ളാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രോഫ്കോൺ, പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന, ആ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഒരു 3 ദിവസത്തെ ക്യാമ്പാണ് ഇന്ന് വൈകുന്നേരം മുതൽ മംഗലാപുരത്ത് വെച്ച് അത് ആരംഭം കുറിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കുട്ടികളുടെ കോൺഫറൻസ് ആണ്. അവർക്ക് ആ 3 ദിവസം ദീനിൻ്റെ കാര്യങ്ങൾ, തീർത്തും വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ദിശ നിർണയിച്ചു കൊടുക്കുന്ന, അവരുടെ ലഹരിയിൽ നിന്ന് ബോധവൽക്കരണം നടത്തുന്ന, അവർക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സംരംഭമാണ്. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അറിവിലുള്ള
വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇന്ന് വൈകുന്നേരം മഗ്‌രിബിന് നമ്മൾ തലശ്ശേരി പള്ളിയിൽ എത്തിച്ചാൽ അവിടെ നിന്ന് വാഹന സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെയുള്ള രാത്രി ഭക്ഷണവും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അറിവിലുള്ള കുട്ടികളെ ഈ ചെറിയൊരു സമയം കൊണ്ട് അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും മുതിർന്ന വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാ നിലക്കുള്ള സഹായവും കാര്യങ്ങളും ശ്രദ്ധിക്കാനുമൊക്കെയുള്ള ആളുകൾ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ സാമ്പത്തികമായ ബാധ്യതകൾ ഓരോ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. അതിൽ പറ്റാവുന്നവരെല്ലാം അതിന് സാമ്പത്തികമായി സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയുള്ള കളക്ഷൻ നടന്നു വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ടായി ഇതിന് പ്രത്യേകമായും അതേപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു ഇനി അവർക്കെല്ലാം രോഗം ശിഫയാക്കി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഗാസയിലെ മുസ്ലിം സഹോദരങ്ങൾ, അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വവും ക്ഷമയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. അവർക്കെതിരിൽ തന്ത്രങ്ങൾ മെനയുന്ന അക്രമങ്ങൾ നടത്തുന്ന ആളുകൾ അള്ളാഹു ഇനി പരാജയപ്പെടുത്തണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു ഇനി ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.